വിവാഹ ദിനത്തിൽ ഹെലികോപ്റ്റർ തകർന്ന് മലയാളിയായ നവവരനും പൈലറ്റും മരിച്ചു. ഇവിടെയല്ല, അമേരിക്കയിലാണ് സംഭവം. അമേരിക്കയിലെ ജോർജിയയിലുള്ള ഡോസൺ കൗണ്ടിയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ കടുവാക്കുഴി സ്വദേശി ഡേവ് ഫിജി ആണ് മരിച്ചത്. ഈ ഡേവ് ഫിജിയും ഒരു പൈലറ്റായിരുന്നു. വിവാഹത്തിന് ശേഷം വധൂവരന്മാർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. വരൻ ഡേവും ഹെലികോപ്റ്റർ പൈലറ്റും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. വധു ജസ്നി ഗുരുതര പരിക്കുകളുടെ ആശുപത്രിയിലാണിപ്പോൾ. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. ഒരു ദുരന്ത വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ വെച്ചൊരു സദ്യയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തിയിരുന്നു. അത് മാറ്റിവെച്ചപ്പോഴാണ് ആളുകൾ ഈ വിവരം അറിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അർജുൻ മട്ടന്നൂർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അമേരിക്കയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. അതായത് മലയാളികളായ നവദമ്പതികൾ അവർ വിവാഹത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ ആദ്യമായി ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ആ ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നു. അതിൽ ആ നവവരന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. വധു അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നു എന്ന സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മൂവാറ്റുപുഴ സ്വദേശിയായ ഡേവ് ഫിജിയും അതോടൊപ്പം തന്നെ എടത്വ തലവടി സ്വദേശിനിയായ ജസ്നി സാമിന്റെയും വിവാഹമാണ് ഇക്കഴിഞ്ഞ 29-ാം തീയതി വൈകിട്ട് 4:30 കഴിഞ്ഞത്. അതായത് ഇന്ത്യൻ സമയം പുലർച്ചയോടുകൂടിയാണ് വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം 29-ാം തീയതി രാത്രി 10:30 കൂടിയാണ് ഇവർ ആദ്യമായി ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നത്. ഈ ഡേവ് ഫിജി അവിടെ പൈലറ്റായി ജോലി ചെയ്യുകയാണ്. അറ്റ്ലാന്റ എയർലൈൻസ് എന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അറ്റ്ലാന്റ എയർലൈൻസ് ഈ വിവാഹത്തോടനുബന്ധിച്ച് ഹെലികോപ്റ്ററാണ് സമ്മാനമായി നൽകിയത്. ഈ ഹെലികോപ്റ്ററിലാണ് ഇരുവരും ആദ്യ യാത്ര നടത്തിയത്. 29-ാം തീയതി രാത്രി 10:30 കൂടി, അതായത് ഇന്ത്യൻ സമയം 30-ാം തീയതി രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവർ പറന്ന ഹെലികോപ്റ്റർ അവിടെ തകർന്നു വീഴുകയായിരുന്നു. ഇതിൽ ഡേവ് ഫിജിയും അതോടൊപ്പം തന്നെ പൈലറ്റും മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ജസ്നി സാം ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇരുവരും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കയിലേക്ക് താമസം മാറിയതാണ്. അമേരിക്കയിൽ തന്നെയാണ് വർഷങ്ങളായി അവർ താമസിച്ചു വരുന്നത്. അങ്ങനെ പരിചയപ്പെട്ട അവിടെ വെച്ച് വിവാഹം തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ ജസ്നി സാമിന്റെ മാതാപിതാക്കൾ നാട്ടിലും വിരുന്നൊരുക്കിയിരുന്നു. എടത്വ തലവടിയിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടി അവിടെ വിരുന്നും മറ്റും ഒരുക്കിയിരുന്നു. ഈ വിരുന്ന ഒടുവിൽ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് നാട്ടിൽ വിവരമറിയുന്ന സാഹചര്യമുണ്ടായത്, ഇത്തരമൊരു അപകടത്തിന്റെ സാഹചര്യമുണ്ടായത്. എന്തായാലും വിവാഹം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വധൂവരന്മാർ പറന്ന ഹെലികോപ്റ്റർ തകർന്നു വീണ് ഒടുവിൽ വരൻ മരിക്കുന്നു. വധു അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നു എന്ന സങ്കടകരമായ വാർത്തയാണ് അമേരിക്കയിൽ നിന്നും വരുന്നത്.